CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പൊന്നയൂർ അകലാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത മേൽപ്പാലത്തിന്റെ സുരക്ഷാഭിത്തിയുടെ സ്ലാബ് നിലംപതിച്ചു. വന്നപകടം ഒഴിവായി. ആവശ്യമായ സുരക്ഷാ നടപടികളില്ലാതെയും ബന്ധപ്പെട്ട കരാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെയും തൊഴിലാളികളെ മാത്രം നിർത്തിയാണ് പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നതെന്ന് ആക്ഷേപം. ചാവക്കാട് മണത്തലയിൽ ട്രെയിലർ ലോറിയിൽ തട്ടി സ്കൂട്ടർ മറിഞ്ഞ് അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ സ്വദേശി ഉണ്ണിക്കണ്ടത്ത് വീട്ടിൽ 76 വയസ്സുള്ള അബ്ദുൾ ഖാദറാണ് മരിച്ചത്. രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും രാജ്യത്തെ പട്ടിണിക്കാരുടെ 1-ാം നമ്പറിലെത്തിച്ചത് മോദിയുടെ ഭരണമാണെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. KSRTEA തൃശൂർ ജില്ലാ സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. കേസിലെ 1-ാം പ്രതി കുന്നംകുളം തെക്കേ അങ്ങാടി പഴുന്നാന വീട്ടിൽ 39 വയസ്സുള്ള ജെറീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി 7 വർഷം കഠിന തടവിനും 5000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം 3 ബൈക്കുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാന മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തൃശൂർ ജില്ലാ സോയിൽ സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ മാതൃകാ നേന്ത്രവാഴത്തോട്ടത്തിന്റെ വിളവെടുപ്പ് നടന്നു. എരുമപ്പെട്ടി INTUC ചുമട്ടുതൊഴിലാളി യൂണിയൻ അംഗങ്ങൾക്ക് ഓണക്കിറ്റും ധനസഹായവും വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. പൊന്നയൂർകുളം പഞ്ചായത്തിലെ 165 വർഷത്തിലേറെ പഴക്കമുള്ള അണ്ടത്തോട് GMLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. ദേശീയപാതയുടെ തകർന്ന സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്ത ഹൈവേ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ അണ്ടത്തോട് ഹൈവേ പിക്കറ്റിംഗും പ്രകടനവും നടത്തി. തായംകളിയുടെ ആരവത്തിലും ആവേശത്തിലും അലിഞ്ഞ് കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല അങ്കണത്തിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിലാണ് കളിക്കാർക്കും കാണികൾക്കും ആവേശമായ തായംകളി മത്സരം അരങ്ങേറുന്നത്. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ രോഗ ബോധവൽക്കരണ ക്ലാസും നടത്തി. കേരള പ്രവാസി സംഘം കുന്നംകുളം ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി ഒരുക്കധ്യാനം നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ അംഗത്വവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI കാട്ടകമ്പൽ മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. കാട്ടകമ്പൽ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ സുപ്രധാന വികസന പദ്ധതികളിൽ ഒന്നായ വലിയകുളം നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. 52 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.